എത്ര നാളായിട്ട് നിന്നെ കണ്ടിട്ട്. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഒട്ടും ഉറങ്ങിയില്ല ചിത്രേ. ആദ്യമായിട്ടല്ലേ ഒറ്റയ്ക്ക് ഞാൻ എത്ര ദൂരം യാത്ര ചെയ്യുന്നത്. പക്ഷെ നിന്റെ മുഖത്ത് ക്ഷീണമൊന്നുമില്ല കേട്ടോ. ജോലി കിട്ടിയതിന്റെ സന്തോഷ. ദൈവം കാത്തു ചിത്രേ. വേഗം വാ, ഓട്ടോ ഒക്കെ പോയി തുടങ്ങി. നിനക്കെന്റെ കത്ത് കിട്ടി കാണുമോ എന്ന് സംശയമായിരുന്നു എനിക്ക്. നീ വന്നത് ഭാഗ്യായി. ഇല്ലെങ്കിൽ എന്താ, ഇവിടുന്ന് ഒരു ഓട്ടോ എടുത്ത് അങ്ങോട്ട് പോരണം. ഈ പട്ടിക്കാട്ടിൽ ആകെ ഒരു വനിതാ സദനമേ ഉള്ളൂ. വണ്ടിക്കാർക്കൊക്കെ അറിയാം. വനിതാ സദനം വരെ പോണം. പെണ്ണുങ്ങൾ കയറിയത് കണ്ടില്ലേ? ഇതിന്റെ ഇടയിൽ ഇനി എങ്ങോട്ട് കയറാനാ? ജീപ്പ് വരാമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. എടോ, താൻ പോലീസ് സ്റ്റേഷൻ വഴിയാണോ പോകുന്നത്? ക്ഷമിക്കണം സാറിനെ, എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ഒന്ന് ഇറങ്ങി നിൽക്കണം. ഞാൻ സാറിനെ സ്റ്റേഷനിൽ കൊണ്ട് വിട്ടേച്ച് വേഗം വരാം. വേണ്ട വേണ്ട, താൻ ഇവരെ കൊണ്ടുവിട്ടിട്ട് വന്നാൽ മതി. പോടോ. ഈ സാരി എടുത്താൽ ഇങ്ങനെയാണോ ഓട്ടോറിക്ഷ യാത്ര ചെയ്യുന്നത്? നിങ്ങളുടെ ഇഷ്ടം പോലെ രാത്രിയും പാതിരാത്രിയൊക്കെ കയറി വരാനുള്ള സ്ഥലമല്ല ഇത്. 6 മണി എന്ന് പറഞ്ഞാൽ കൃത്യം 6 മണി. മനസ്സിലായോ? ഇന്നലെ രാത്രി 8:30 മണി വരെ എവിടെയായിരുന്നു? ആരാ എവിടെ കൊണ്ടുവിട്ടത്? എന്റെ കസിൻ. കസിനും കുഷിനും ഒക്കെ പതിവ് വിളച്ചില്ല. അതൊന്നും ഇവിടെ വേണ്ട. ഇവിടത്തെ ചിട്ട പാലിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്നാ മതി, അല്ലെങ്കിൽ വേറെ സ്ഥലം അന്വേഷിച്ചോണം. ക്ഷമിക്കണം ചേച്ചി, ഇനി ആവർത്തിക്കില്ല. പോയിക്കോളൂ. ചേച്ചി, ഇതാണ് മീര. പേരും വിവരം ഒക്കെ ഇതിൽ എഴുതിക്കോ. ആ കുട്ടി എഴുതട്ടെ. ഇവിടത്തെ ചിട്ടകളൊക്കെ കണിശമായി പാലിക്കണം. വാടക കൃത്യമായി തരണം. കസിനും കിസിനും ഒന്നും ഇവിടെ അന്വേഷിച്ച് വരാൻ പാടില്ല. നല്ല സൽപ്പേരുള്ള സ്ഥാപനമായത്. ഞാൻ എല്ലാം അവളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. ഉള്ള കാര്യം ആദ്യമേ പറയാണ്. വാടകയും ഭക്ഷണവും ഉൾപ്പെടെ 277 രൂപ. പിന്നെ ഒരു 7,000 രൂപ. അതെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്താടി 7 രൂപ 50 പൈസയുടെ കണക്ക്? 4.25 രൂപ കറണ്ടിന്, 2.25 രൂപ വെള്ളത്തിന്. അവർക്ക് ഒരു മനുഷ്യ പറ്റൂല്ലടി. കാശെന്ന് പറഞ്ഞ ചാവും. ഇഷ്ടം പോലെ കാശുള്ള കുടുംബ. ആകെ ഒരു ചേട്ടനെ സ്വന്തമായിട്ടുള്ളൂ. അങ്ങേര് ഗൾഫിലാ. കിട്ടുന്ന കാശൊക്കെ ഇരുന്ന് തുരുമ്പ് പിടിക്കുക. എന്നാൽ ആർക്ക് തീരുന്നില്ല. എത്ര സമ്പാദിച്ചിട്ടെന്താ? മംഗല്യഭാഗ്യമില്ല. അതെന്താ? കഥയൊക്കെ പിന്നെ. മണി 8:30 നിനക്കൊന്ന് ജോയിൻ ചെയ്യണ്ടേ? വേഗം കുളിച്ച് ഒരുങ്ങിക്കോ. നിന്നെ ബാങ്ക് കൊണ്ട് വിട്ടിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോവാൻ. എവിടെയാണ് ബാത്റൂം? ദാ ആ കാണുന്ന കിണറ്റിന്ന് വെള്ളം കോരി കുളിക്കാം. അപ്പുറത്ത് മറപ്പുരയുണ്ട്. അപ്പോ ഇവിടെ പൈപ്പില്ലേ? പൈപ്പോ? അതങ്ങ് പള്ളി പറഞ്ഞാ മതി മോളെ. പിന്നെന്തിന് 2.25 രൂപ? അതോ, കിണറ് കുത്തിയതിന് ഒരുപാട് കാശായെന്ന്. ആ, നീ വേഗം പോയി കുളിച്ചിട്ട് വാ. ഹലോ, പത്രം വായിച്ചോണ്ടിരിക്കുകയല്ലേ? എന്താ വേണ്ടേ? അല്ല, ഇരുന്ന് സംസാരിക്കാം. അതാണല്ലോ അതിന്റെ ഒരു മര്യാദ. ഞാൻ അരവിന്ദാക്ഷൻ. എനിക്ക് ഇവിടെ ഒരു അക്കൗണ്ട് തുടങ്ങണം. അതിന് ആരെങ്കിലും ഒരാളെ നിങ്ങളെ പരിചയപ്പെടുത്തണം. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഞാൻ തന്നെ പരിചയപ്പെടുത്താം. അല്ല, ഫുൾ അഡ്രസ് വേണ്ടി പറയാട്ടോ, പ്രശ്നമില്ല. പാലക്കപ്പറമ്പിൽ കൃഷ്ണനായർ മകൻ അരവിന്ദാക്ഷൻ നായർ. അതെ അതെ, ആ പറഞ്ഞ ആള് നിങ്ങളാണെന്ന് എനിക്ക് ബോധ്യപ്പെടണ്ടേ? അതിനല്ലേ സാറേ ഞാൻ എന്റെ ഫോട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അതല്ല, ഇതാ. ഇവിടെ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ പരിചയമുള്ള ഒരാള് നിങ്ങളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തണം. ഓ, അങ്ങനെ. അല്ല അല്ല സാറേ, ഞാൻ പോട്ടെ. ബിസി അല്ലേ? അല്ല, എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, വെയിറ്റ് ചെയ്യാൻ സമയമില്ല. സാർ, പുതിയതായി ജോലിക്ക് ചേരാമെന്നൊരു പെൺകുട്ടി പുറത്ത് നിൽക്കുന്നു. വരാൻ പറയൂ. അവിടെ
ഗുഡ് മോർണിംഗ്. ആ മീര അല്ലേ? ഇരിക്കും. നന്ദൻ വരാൻ പറയൂ. ഇവിടെ താമസമൊക്കെ ശരിയായോ? എന്റെ കൂടെ കോളേജിൽ പഠിച്ചൊരു കുട്ടി ഇവിടെ പഞ്ചായത്ത് ഹൗസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവളുടെ കൂടെ വനിതാ സൈന്യത്തിൽ മുറി കിട്ടി. ഓ നന്നായി. ആ നന്ദൻ, ഇത് മീര, പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്. ഇത് നന്ദകുമാർ. രാവിലെ കണ്ടു റെയിൽവേ സ്റ്റേഷനിൽ. സാറ് പോലീസ് ഇൻസ്പെക്ടർ ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പോലീസ് ഇൻസ്പെക്ടറോ? ഞങ്ങൾ ഓട്ടോയിൽ കയറുന്നതിനിടയ്ക്ക് സാറ് ജീപ്പ് വരാനിട്ട്. അപ്പോ രാവിലെ സാറ് പിള്ളേരുടെ അഭ്യാസം കാണിച്ചില്ലേ? ആ എന്തെല്ലാം വേഷം കിട്ടിയാലാ ജീവിച്ചു പോവുക. മീര, ഇത് പോലീസും പട്ടാളൊന്നുമല്ല, ഇവിടുത്തെ അക്കൗണ്ടന്റാ. മീര ഇരിക്കും. ആ ഞാൻ നന്ദനെ വിളിപ്പിച്ചത്, മീര ഫ്രഷ് അപ്പോയിന്റ്മെന്റ് അല്ലേ? ഡെസ്പാച്ച് ഇരുത്തിയാലോ? എവിടെയെങ്കിലും നിക്ഷേപിക്കും. അവനങ്ങനെ കാര്യാക്കണ്ട. തൽക്കാലം ഡെസ്പാച്ചിൽ ഇരിക്കാം. എന്താ? ഹലോ, ഒന്ന് നിന്നേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താ കാര്യം? അതെ, ശരിയാവില്ല. എന്ത് ശരിയാവൂല? അല്ല, എന്തും ശരിയാവില്ല. അതെ, അത് വേണ്ട. പൊക്കോ, നിങ്ങൾ പൊക്കോ. തനിക്കെന്താ വട്ടാണോ? വട്ടോ? വട്ട് നിന്റെ മറ്റവനാ. ഹലോ ചേട്ടാ, ചേട്ടാ ഒന്ന് വന്നേ. അയ്യോ ചേട്ടാ, ഞാൻ മറന്നുപോയി കേട്ടോ. ചേട്ടന്റെ പേരെന്താ? എന്റെ പേരോ? ആ, വർക്കി. ആ, ഇപ്പോഴും ആ പേര് തന്നെയാണോ? അതെ. ശരി. ആട്ടെ, അപ്പനൊക്കെ സുഖാണോ? എന്റെ അപ്പനോ? ആ, എന്റെ അപ്പം പണ്ടേ മരിച്ചു പോയല്ലോ. അത് സാരമില്ല. അല്ല, എന്നെ മനസ്സിലായോ? ഇല്ല. ആ, അപ്പനറിയാമായിരുന്നു. ഞാനാണ് പാലക്കപ്പറമ്പിൽ കൃഷ്ണൻ നായർ മകൻ അരവിന്ദാക്ഷൻ നായർ. ഇപ്പൊ മനസ്സിലായോ? ആ മനസ്സിലായി. അട്ടെ, ഇതുപോലെ വേറെ ആരെങ്കിലും ചോദിച്ചാ പറയോ? ഉവ്വ്. അങ്ങനെ വരട്ടെ. അട്ടെ ചേട്ടനേ, എനിക്കൊരു ഉപകാരം ചെയ്യാവോ? ദേ, ആ ബാങ്ക് വരെ ഒന്ന് വരണം. എന്നിട്ട് എന്നെ അറിയും എന്നൊന്ന് പറയാവോ? ചേതമില്ലാത്ത ഉപകാരമില്ല ചേട്ടോ. പറയാം. അതെ, ചേട്ടൻ ഒന്ന് പിടിച്ചേ. ചേട്ടൻ ബീഡി വലിക്കോ? ബീഡി വലിക്കൂല. അതെന്താ അങ്ങനെ? ആഹാ. ആട്ടെ, സ്മാൾ അടിക്കോ? ഒരു ചെറുത്. അത് വേണ്ട. എന്നെ പറ്റിക്കാനാ. ചേട്ടൻ കള്ളൂടി നിർത്തിയിട്ട് വർഷങ്ങളായത് എനിക്ക് അറിഞ്ഞൂടെ. കള്ളൻ. കൈ പിടിക്കല്ലേ? കേറി വന്നേ. വലിക്കല്ലേ? ആ പ്രശ്നം, ഒരു പ്രശ്നം. സ്മാള് വാങ്ങിക്കും. എന്നാ ശരി. ഇതെന്റെ സ്വന്തം ആളാന്ന് കൊണ്ട് പിടിച്ച് നാറിയിട്ട് വെള്ളം പിടി. ഇതെന്റെ സ്വന്തം ആളാ. ഇത് ശ്രീമാൻ വക്രി ചേട്ടൻ. അല്ല പാപം, വർക്കി ചേട്ടൻ. ഇദ്ദേഹം എന്നെ അറിയും. നിങ്ങളാരാ? ഞാൻ കുറച്ച് കിഴക്കുള്ളതാ. എന്റെ മോളെ കെട്ടിച്ചെടുത്ത് പോകുന്ന ഇയാളെന്നെ പിടിച്ചോണ്ട് എന്നെ പരിചയപ്പെടുത്താൻ ഒരാൾ വേണമെന്നല്ലേ സാറ് പറഞ്ഞത്? ഇനി വാക്ക് മാറരുത്. ചേട്ടനൊരു കാര്യം ചെയ്യ്, വെയിൽ മുക്കുന്നതിന് മുമ്പ് മോളുടെ വീട്ടിലേക്ക് പോ. ചെല്ലേ. അപ്പോൾ സാറേ, എന്റെ അക്കൗണ്ടിന്റെ കാര്യം എങ്ങനെയാ? എന്റെ പൊന്നു ചങ്ങാതി, പരിചയപ്പെടുത്താൻ ഒരാള് വേണമെന്ന് പറഞ്ഞത് വഴി കണ്ടവരെ വിളിച്ചോണ്ടിരാനല്ല. നിങ്ങൾക്ക് പരിചയമുള്ള, ഞങ്ങൾ അറിയുന്ന ഒരാള് എന്ന് പറഞ്ഞാൽ ഇവിടെ അക്കൗണ്ട് ഉള്ള ഒരാള്. അല്ല, സാറിന് ഇവിടെ അക്കൗണ്ട് ഇല്ലേ? ഉണ്ട്. അപ്പൊ സാറിന് അറിയുമല്ലോ. പിന്നെന്താ? എത്ര രൂപയുണ്ട് ഇടാൻ? ഉയ്യോ, ഇടാനല്ല, എടുക്കാൻ. ലോൺ.